വിനായകനെ സ്തുതിച്ചുകൊണ്ടുള്ള ധാരാളം പാട്ടുകളും ആൽബങ്ങളും ഒക്കെ മുൻകാലഘട്ടങ്ങളിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പലതും വലിയ ഹിറ്റുകളാണ്. ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സിദ്ധിവിനായകനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ കേൾക്കാതെ നമുക്ക് മടങ്ങി വരാൻ കഴിയത്തില്ല. അത്തരത്തിൽ പുതിയൊരു ആൽബം കൂടി ഇപ്പോൾ പുറത്തിറങ്ങുകയാണ്. വിനായക ചതുർത്ഥിക്ക് സമർപ്പണമായി മള്ളിയൂരിൽ മഹാഗണപതിയെ സ്തുതിക്കുന്ന ഭാഗവത ഹംസം എന്ന സംഗീത ആൽബം പുറത്തിറക്കിയിരിക്കുന്നു. മള്ളിയൂരിലെ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ സംഗീത ആൽബത്തിന്റെ പ്രകാശന കർമ്മം നടന്നു. ഗായിക കാർത്തികയും വിശാലും ചേർന്ന് ആലപിച്ച ഗാനം ഭക്തമനസ്സുകളെ കീഴടക്കുകയാണ്. ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം മഹാഗണപതയെ വരവരദ സർവജനം മേ വശം വശമാനയ സ്വാഹ. മള്ളിയൂർ ഗണപതിയെ ഉള്ളിൽ വിളങ്ങണേ മംഗളമൂർത്തി. പ്രപഞ്ച സൃഷ്ടാവായ വിഘ്നേശ്വരനെ മഹാഗണപതിയെ സ്തുതിക്കുന്ന ഭാഗവതഹംസം എന്ന സംഗീത ആൽബം ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. വാദ്യസംഗീതത്തിന്റെ അകമ്പടിയോടെ മള്ളിയൂർ മഹാഗണപതിയെ സ്തുതിക്കുന്ന മനോഹരമായ ഈ ഗാനം സംവിധാനം ചെയ്തത് രഞ്ജിത്ത് മേലേപ്പാട്ട്. ഒരു ഭാഗ്യം കിട്ടിയിട്ടുള്ള റഫീഖ് അത് സർ അടക്കമുള്ള ഒരുപാട് ആളുകളുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് സിനിമകളിലാണെങ്കിലൊക്കെ. അപ്പോൾ ഈ പാട്ടിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ആദ്യമായിട്ട് എഴുതിയതാണെന്നാണ് രവികുമാർ സാർ ആദ്യം പറഞ്ഞത്. പക്ഷേ ഈ വരികളിൽ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ മാറ്റം വരുത്തിക്കോളൂ, എന്തെങ്കിലും അക്ഷരങ്ങളോ അങ്ങോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും. പക്ഷേ യഥാർത്ഥത്തിൽ ആ വരി കിട്ടുമ്പോൾ തന്നെ അതിൽ ചില വരികൾക്കും അതിൻ്റെ ഉള്ളിലൊരു സംഗീതം ഉണ്ടാവുമെന്ന് പറയുന്ന പോലെയാണ് യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇരുന്ന് ചെയ്ത പാട്ടൊന്നുമല്ല. ഗായിക കാർത്തികയും വിശാലും ചേർന്നാണ് ഭക്തിനിർഭരമായ ഗാനത്തിന്റെ ആലാപനം. ഭാഗവത ഹംസം ശങ്കര പൂജനം കൃഷ്ണ കഥാമൃതം ചേലിൽ പകരുമ്പോൾ. ഭാഗവത ഹംസം ശങ്കര പൂജനം കൃഷ്ണ കഥാമൃതം ചേലിൽ പകരുമ്പോൾ. വേണുഗാന സ്വരമോഹനമുഖരിത വൃന്ദാവനമായി വള്ളിയൂരമ്പലം. പിന്നെ അച്ഛൻ ഒരു ദിവസം എനിക്ക് ലിറിക്സ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് മള്ളിയൂർ ഭഗവാനെ കുറിച്ചുള്ള ലിറിക്സാണ്. അപ്പോൾ നമുക്കൊരു ബാൻഡുണ്ട്, ബാൻഡ്രുത്. അതിൻ്റെ ഓൾ ഇൻ ഓൾ ആണ് രഞ്ജിത്ത് മേലേപ്പാട്ട്, മ്യൂസിക് കമ്പോസർ. അപ്പോൾ ഞാൻ നേരെ ഐ കെയിം ആൻഡ് ഗേവ് ഇറ്റ് ടു ഹിം. ഹീ ബീങ് ഹിം, ഹി വാസ് മോർ ദാൻ ഹാപ്പി ടു കമ്പോസ് എ സോങ്. അപ്പോൾ നമുക്കിത് ചെയ്യാം, എന്നിട്ട് പാടാം എന്നുള്ള തീരുമാനത്തിലെത്തി. അന്ന് ഞാനും വിശാലും, എനിക്കൊന്നു അന്നത് ജോഗിലായിരുന്നു കമ്പോസ് ചെയ്തിരുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് അന്ന് പാടി. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ഐ ഫെൽറ്റ് ലൈക്ക് ഈ സോങ് ഇച്ചിരി കൂടെ മേ ബി ഒന്ന് പ്രൊഡ്യൂസ് ചെയ്താൽ, വലിയ രീതിയിലൊന്ന് ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ളൊരു തോന്നൽ. അപ്പം അതും ഞാൻ അച്ഛനോട് പറഞ്ഞപ്പം RAC Pro walked in. They were more than happy to collaborate. അവരെ ഇറ്റ്സ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾ ഒരുമിച്ച് വരുമ്പോൾ ഒരു മാജിക്. ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ഭാഗവത ഹംസം ഇസ്. ആ പാട്ട് ആദ്യമായിട്ട് മള്ളിയൂർ ക്ഷേത്രത്തിലും വെച്ച് പാടാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ഫൈനൽ പ്രൊഡക്ഷൻ എന്നുള്ളൊരു രീതിയിൽ ഈ ട്രാക്കിലും പാടാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. മാത്രമല്ല ഒരു ഗണപതി സ്തുതിയോടെ തന്നെ എൻ്റെ ഒരു ഡെബ്യൂ ട്രാക്ക് ഇങ്ങനെ റിലീസാകുമ്പോൾ അതിലേറെ സ്പെഷ്യലാണ്. കാർത്തികയുടെ അച്ഛനും മുൻ ഡയറക്ടർ ജനറലും വരുമാന നികുതി വകുപ്പിന്റെ പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണറുമായിരുന്ന രവികുമാർ പുലിമലയാണ് ഗാനത്തിന് വരികൾ കുറിച്ചത്. ഉണ്ണിക്കണ്ണൻ ഇരിക്കുന്ന ആ ഒരു സങ്കല്പം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്തി മാത്രമല്ല, അതൊരു സൗന്ദര്യത്തിൻ്റെ ഒരു സങ്കല്പം കൂടെയാണ്. അല്ലാതെ ഭക്തി മാത്രം എന്ന് പറയാനില്ല. ഇപ്പം ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് സൗന്ദര്യമാണ്. ആ സൗന്ദര്യം അത് ആ കാഴ്ചയിൽ, ആ അനുഭവത്തിലുണ്ട്. അത് എങ്ങനെയോ ഈ വരികളിൽ ഉണ്ടായി എന്നാണ് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം എന്ന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. ഇനി ഇതുപോലെ ഒരെണ്ണം എഴുതണമെന്ന് വിചാരിച്ചാൽ നടക്കുമോയെന്നറിയത്തില്ല. കഴിഞ്ഞ ദിവസം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി സംഗീത ആൽബത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ഭാഗവത ഹംസം ശങ്കര പൂജനം കൃഷ്ണ കഥാമൃതം ചേലിൽ പകരുമ്പോൾ. വൃന്ദാവനമായി മള്ളിയൂരമ്പലം. ജനം, കൊച്ചി.
യെസ്, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊന്നും ഈ ക്ഷേത്രങ്ങളിൽ കാലത്തും വൈകുന്നേരവും ഇത്തരത്തിൽ പാട്ടുകളിടുന്ന ശൈലിയൊന്നുമില്ല. പക്ഷേ കേരളത്തിൻ്റെ ഒരു ഗ്രാമഭംഗി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ വളരെ കാലത്ത് തന്നെ, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഇത്തരത്തിലുള്ള നല്ല പാട്ടുകൾ ഇടുകയും അത്തരം പാട്ടുകൾ കേട്ടാണ് നമ്മളൊക്കെ ഉണർന്നു വരുന്നത്. അത് നമ്മുടെ ഗ്രാമങ്ങളുടെ മാത്രം സവിശേഷതയാണ്. അതിനാൽ അത്തരം ഒരു ഹിറ്റായി ഈ പാട്ടും ഒരുപക്ഷെ മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.